പറ്റില്ല ശ്രീ എം എസ് വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ NSSും SNDPയും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സർക്കാരിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ മുന്നിലേക്ക് വരണം. അതിനുവേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം. അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് നിയമോപദേശം ഞങ്ങൾ തേടിയിരിക്കുകയാണ്. അത്രയല്ലേ ഇന്നലെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ ഉടനെ പോയി സുപ്രീം കോടതിയിൽ പോയി ഈ സത്യവാങ്മൂലം മാറ്റാനൊന്നും പോകുന്നില്ല. ഇല്ല, ഉടനെ സുപ്രീം കോടതിയിൽ പോയി മാറ്റാൻ സാധ്യവുമല്ല, അതിന് പോകുന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രാഷ്ട്രീയ ജ്യോത്സ്യന്മാരായാലും കവടി നിരത്തുന്ന ജ്യോത്സ്യന്മാരായാലും ഒക്കെ പറയുന്നത് ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദൈവമാണ്. അത് കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ആരാധകർക്കും അങ്ങനെയാണ്. അദ്ദേഹത്തോട് കളിച്ച ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വിശ്വാസമോ അന്ധവിശ്വാസമോ അമിത വിശ്വാസമോ എന്തോ ആവട്ടെ, അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് K. കരുണാകരൻ എന്ന അതികായൻ്റെ കഥ തന്നെയാണ്. 1967 മുതൽ 1995 വരെ ഏതാണ്ട് 30 വർഷത്തിനടുപ്പിച്ച് 28 വർഷം കൃത്യമായി UDFിൻ്റെ നിയമസഭാ കക്ഷി നേതാവ്, പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഈ കേരളം ഭരിച്ച് നടന്ന, കോൺഗ്രസിനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്ന നേതാവാണ് K. കരുണാകരൻ. 1983 നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അവിടെ നിലയ്ക്കൽ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ കുരിശ് വയ്ക്കുന്നതിന് അദ്ദേഹം അനുകൂലിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. എന്തായാലും പ്രക്ഷോഭം രൂക്ഷമായി. അദ്ദേഹം അവിടെ നിന്ന് പിന്നെ 8 കിലോമീറ്റർ മാറ്റി ആണ് പിന്നെ പള്ളി സ്ഥാപിക്കുന്നതിനുമൊക്കെ അനുമതി കൊടുത്തത്, വലിയ പ്രക്ഷോഭമൊക്കെ വന്നതിന് ശേഷം. പക്ഷേ അതിനുശേഷം 1986 അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പോയതിന് ശേഷം അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രീയ ഭാവി എന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ എല്ലാ കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലായി. 91 വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വന്നു. 91-92 തന്നെ അദ്ദേഹത്തിന് പാം ഓയിൽ എന്ന് പറഞ്ഞൊരു അഴിമതി കേസ്, 15,000 ടൺ പാം ഓയിൽ ഇറക്കുമതി ചെയ്തു. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു നാട്ടിന്. പക്ഷേ അത് ഇറക്കുമതി ചെയ്തെന്ന് പറഞ്ഞൊരു അഴിമതി കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മരണം വരെ 2010 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നവരെ ആ സാധനം നിന്നു. പക്ഷേ 2013 സുപ്രീം കോടതി പറഞ്ഞതിനകത്ത് ഒരു കഥയും ഇല്ല എന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ കളയുകയും ചെയ്തു. അതൊരു പതനം. 1992 അദ്ദേഹത്തിന് പിന്നെ ഒരു കാർ ആക്സിഡൻറ്റ് വന്ന് നടുവൊടിഞ്ഞ് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായി. 2 വർഷം USA ഉൾപ്പെടെ പോയി ചികിത്സയും കാര്യങ്ങളുമായിട്ട് 92. 93 അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെ മരണമാണ് 93 ഉണ്ടായത്. 94 ചാരക്കേസ് വരികയും 95 അദ്ദേഹം വീണ്ടും രാജിവെക്കേണ്ടി വരികയും ചെയ്തു. ഈ രാജിവെക്കാൻ കാരണമാക്കിയതാരെന്ന് വെച്ചാൽ അദ്ദേഹം പ്രൈം മിനിസ്റ്ററാക്കിയ നരസിംഹറാവു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് താഴെ ഇറക്കിയത്. എന്തായാലും അദ്ദേഹത്തിനെ പേടിച്ചിട്ടാണെന്ന് പറയുന്നു. 95-96 അദ്ദേഹത്തിനെ പിന്നെ കേന്ദ്രമന്ത്രി ആക്കി, കേന്ദ്ര വ്യവസായ മന്ത്രിയാക്കി. ആ സമയത്ത് അദ്ദേഹത്തിന് പറ്റിയ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഡൽഹിയിലിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഹൈക്കമാൻഡുമായിട്ട് തെറ്റിയത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൂടുതൽ തെറ്റാനുണ്ടായ കാരണം അതാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് കഴിഞ്ഞു, ആ മന്ത്രിസഭ പോയി. പിന്നീടൊരു മന്ത്രിസഭ കോൺഗ്രസിൻ്റെ വന്നത് 2001 ആ 2001 അന്ന് അദ്ദേഹത്തിന് ഒരു സ്ഥാനവും കിട്ടിയില്ല. AK ആന്റണിയാണ് മന്ത്രിയായത്. കരുണാകരൻ അയ്യപ്പ കോപമായിരുന്നു എന്നാണ് അത് നല്ല രസമാണ് ഈ കാര്യം. അത് വളരെ ആൾക്കാർ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖേദകരമാണെങ്കിലും അത് കേൾക്കേണ്ടതാണ്. എന്നിട്ട് 2005 അദ്ദേഹം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെയൊക്കെ സ്ഥാപകനായിരുന്ന, കോൺഗ്രസിൻ്റെ നട്ടെല്ലായിരുന്ന അദ്ദേഹം 2005 ഡിക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി LDFിലേക്ക് പോയി. UDFിൻ്റെ സ്ഥാപകൻ, UDFിനെ വളർത്തിയ ആൾ LDFിൽ പോയി. LDFിൽ നിന്ന് തിരിച്ച് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി UDFിൽ വന്നു. UDFിൽ വന്നിട്ടും അദ്ദേഹത്തിന് അവിടെ മാന്യമായൊരു സ്ഥാനമോ മറ്റൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല 2010 അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ പാർട്ടിയിൽ അദ്ദേഹത്തിന് അർഹമായ പല സ്ഥാനങ്ങളും നഷ്ടപ്പെടുകയും മാന്യത പോലും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് പൊതുവേ രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ പറയുന്ന കഥ. ഇത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പത്മകുമാറിൻ്റെ കാര്യത്തിൽ നമ്മളെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തിന് അതിനുശേഷം പാർട്ടിയിൽ ഒരു ഗുണവും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ശ്രീമതി ടീച്ചർ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജിതിൻ ദേവ് പറയുന്നത് കേട്ടു. ശ്രീമതി ടീച്ചർക്കും അതുപോലെ തന്നെയാണ്. അതിനുശേഷം പാർട്ടിയിൽ യാതൊരുവിധ പിന്നെ പ്രോമിനൻസും കിട്ടും. 2018 പിണറായി സർക്കാർ 2018 പിണറായി സർക്കാർ ആചാരാനുഷ്ഠാനങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്തപ്പോൾ, യുവതി പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്തതിന് ശേഷം 2021 വീണ്ടും അധികാരത്തിൽ വന്നുവല്ലോ. അല്ല, അധികാരത്തിൽ സംഭവിച്ചില്ല. കരുണാകരൻ പിന്നെ അധികാരത്തിൽ വന്നല്ലോ. അതിന് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. അദ്ദേഹത്തിന് 91 അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ എന്തായാലും
2019 നിലപാട് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിലപാട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് പരസ്യമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അല്ല ഒരു ടാഗ് ലൈൻ മാത്രം കൊടുക്കും, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ഈ ഒരു ടാഗ് ലൈനിൽ കഴിഞ്ഞ 6 വർഷവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തുന്നു എന്ന രീതിയിലുള്ള പരസ്യമായ ഒരു നിലപാടിലേക്ക് വരുന്നത്. ഇത് പറയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തതല്ലേ എന്നാണ്. തീർച്ചയായിട്ടും പറയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ സർക്കാരിന് അത്ര പെട്ടെന്ന് അത് തിരുത്താനോ അല്ലെങ്കിൽ കോടതിയിൽ പോയി അത്തരമൊരു നടപടിക്കോ സാധിക്കില്ല എന്നുള്ളത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആർക്കും അറിയാം. അഥവാ അങ്ങനെ പോയാൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഒരു കൊട്ട് എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലം അതേ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അതേ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരു ഇത് മാറ്റം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിനൊക്കെ സർക്കാർ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് സർക്കാരിനും അങ്ങനെ പെട്ടെന്ന് കയറി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അയ്യപ്പനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കാര്യം ഭക്തർക്കും മറ്റും എന്താണ് രാഹുൽ ദോഷം വരുന്ന രീതിയിൽ ദേവസ്വം ബോർഡാണ് സത്യവാങ്മൂലം മാറ്റുമെന്ന് പറയുന്നത്, സർക്കാരല്ല. അല്ല, സർക്കാരിന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് പറയാൻ കഴിയില്ല. അത് നിയമോപദേശം തേടുമ്പോൾ സർക്കാരിന് മനസ്സിലാവും. അതങ്ങനെ പെട്ടെന്ന് പോയി സുപ്രീം കോടതി രാഹുൽ ഇതിനു മുൻപ് സർക്കാരുകൾ മാറ്റി നൽകിയിട്ടുണ്ടല്ലോ സത്യവാങ്മൂലം. അത് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മാറ്റി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ശ്രീ വാസുവിന്റെ കാര്യം പറഞ്ഞു, പത്മകുമാർ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സത്യവാങ്മൂലം മാറ്റി നൽകിയിട്ടില്ല എന്ന്. പക്ഷേ അതിന് പകരമായിരുന്നുവല്ലോ ദേവസ്വം കമ്മീഷണർ മാറ്റി നൽകിയത് അല്ലേ? ആ സംഭവമല്ലേ താങ്കൾ നേരത്തെ പറഞ്ഞത്? ഇത് ടെക്നിക്കാലിറ്റി പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. സർക്കാർ കണ്ടിന്യൂറ്റിയാണ്, സ്ഥിരം പറയുന്ന ഒരു വാദഗതിയാണ്. സർക്കാർ കണ്ടിന്യൂറ്റിയാണ്, അതുകൊണ്ട് നിലപാട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു കേസിന്റെ നിലപാട് ഒരു കാലത്ത് മാറ്റാൻ പറ്റില്ല. നിലപാട് മാറ്റുന്നതിന് പ്രശ്നമില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ഇതുമായി ചെല്ലുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അവിടെ ചോദിക്കുന്നതൊന്നും വിധിയുടെ ഭാഗമല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഏത് വഖഫിനെ സംബന്ധിച്ചായാലും മറ്റേത് സംബന്ധിച്ചായാലും ഒരു വിധിയുടെ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ജഡ്ജി ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വലിയ വാർത്തയാകുകയും അത് പലരെ അധിക്ഷേപിക്കാനായിട്ടും രാഷ്ട്രീയ